heart to a stranger. Father, forgive me for it, but I don't want it back. If this pain is what it means to have it, then I'd rather be without it. Gave away my heart to a stranger. കുറച്ച് വെള്ളം ഉണ്ണി മുകുന്ദൻ അതീവ ദുർബലനായിട്ടുള്ള ഒരു കരുത്തനാണ്. തളിരില പോലുള്ള മനസ്സും കാതൽ കരുത്തുള്ള ശരീരവും സ്വന്തമായുള്ള സാധുവായ ഒരു നടൻ. ജനാധിപത്യ കാലത്ത് സംഘടിത ബുദ്ധിയില്ലാത്ത മനുഷ്യർ എങ്ങനെ പരാജയപ്പെടുമെന്ന് അറിഞ്ഞോ അറിയാതെയോ കേരളീയ സമൂഹത്തെ ആ മനുഷ്യൻ പഠിപ്പിക്കുന്നുണ്ട്. കൗമാരം മുഴുവനായി, അതുപോലെ യൗവനം പാതിയോളവും പോങ്ങൻ ജീവിച്ചത് സിനിമയായി മാത്രം കണ്ടിരുന്ന പുരാതന കേരളത്തിലായിരുന്നു. വിനോദിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു കലോൽപ്പന്നം എന്ന നിലയിൽ നിന്ന് സാമൂഹ്യ ധ്രുവീകരണത്തിനും അതുപോലെ തന്നെ സാംസ്കാരിക നശീകരണത്തിനും ലഹരി വ്യവസായ സംരക്ഷണത്തിനും രാഷ്ട്രീയ പ്രചരണത്തിനും മതക്കച്ചവടം കൊഴിപ്പിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ആയുധമായി സിനിമയെ സാമൂഹ്യദ്രോഹികളും ദേശവിരുദ്ധരും മതമൗലികവാദികളുമൊക്കെ ഉപയോഗിക്കുന്ന കാലത്തിരുന്നു കൊണ്ടാണ് പോങ്ങൻ ഈ ഉണ്ണിക്കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. 2004 ഫേസ്ബുക്ക് ജനിച്ചു. 2006 പോകൻ ഒരു ഫേസ്ബുക്ക് പൗരനാവുന്നത്. എന്തായാലും 2008 ആയപ്പോഴേക്കും ഫേസ്ബുക്കിലേക്കുള്ള മലയാളികളുടെ കൂട്ടക്കുടിയേറ്റം ഏറെക്കുറെ പൂർണ്ണമായി. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം അപ്പാടെ മാറ്റാൻ ഫേസ്ബുക്കിന് സാധിച്ചു എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ. അല്ലെങ്കിൽ അങ്ങനെയാണ് പോങ്ങൻ വിചാരിക്കുന്നത്. അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത്രമാത്രം മാറ്റം കേരളത്തിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പുരാതന കേരളം, നവകേരളം എന്നീ നിലകളിൽ ഡിജിറ്റൽ യുഗം കേരളത്തെ പകുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലല്ല. അങ്ങനെ അങ്ങോട്ട് പകുത്തു. പുരാതന കേരളം, നവകേരളം. ഫേസ്ബുക്ക് എന്ന് ഉദ്ദേശിച്ച നവമാധ്യമങ്ങൾ മുഴുവൻ ചേർന്ന് എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. വിഷയം എന്തായാലും അതല്ലാത്തതിനാൽ പോങ്ങന്റെ നാക്ക് വിഷയത്തിലേക്ക് തിരിക്കുകയാണ്. എങ്കിലും എത്രത്തോളം ദോഷമായി നവമാധ്യമാധിപത്യം സമൂഹത്തെ ബാധിച്ചു എന്ന് വ്യക്തമാക്കാൻ പോങ്ങൻ വളരെ ലളിതമായിട്ടുള്ള 2 ഉദാഹരണങ്ങൾ പറയാം. അതായത് ഈ ശ്രീമാൻ അടൂർ ഗോപാലകൃഷ്ണനുമായി ഈ പോങ്ങൻ അഭിമുഖ സംസാരം നടത്തി. 100-ലധികം താളുകളിലായി അതൊരു ഓണപ്പതിപ്പിൽ അച്ചടിച്ച് കാണപ്പെടുകയും ചെയ്തു. മാതൃഭൂമിയിലും ചന്ദ്രികയിലും മറ്റും നിർനാണം പോങ്ങന് ലേഖനം ചമയ്ക്കാനുള്ള സാഹചര്യം വന്നുപെട്ടിട്ടുണ്ട്. സാംസ്കാരിക സാഹിത്യ രംഗത്തും മാത്രം കേരളം സ്ഥാപിച്ചെടുത്ത നിലവാരമില്ലായ്മയുടെ കരുത്ത് ബോധ്യപ്പെടുത്താൻ ഈ ഉദാഹരണങ്ങൾ മാത്രം പോരെ. കൂടുതൽ എന്തെങ്കിലും വേണോ? പോങ്ങനെ കൊണ്ടിട്ടുള്ള ഉപദ്രവത്തെക്കാൾ സമൂഹത്തെ വലച്ചത് വാസ്തുവിൽ മറ്റൊന്നായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതകളെ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ വിരുദ്ധർ സംഘടിച്ചു കളഞ്ഞു. സാമൂഹ്യ വിരുദ്ധർക്ക് മാത്രമല്ല, സമാന മനസ്കരായിട്ടുള്ള ആർക്കും സംഘടിക്കാൻ, ലോകത്തെവിടെയുമുള്ള സമാന മനസ്കർക്ക് സംഘടിക്കാൻ, ഒറ്റക്കെട്ടാവാനുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സാമൂഹ്യ ബോധമുള്ള സദ്ജനങ്ങൾക്ക് കൂട്ട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ മാത്രമായി എന്നുള്ളതാണ് നേരെ. അല്പബുദ്ധർ എല്ലാ രംഗത്തും ആധിപത്യം നേടി. അത് അല്പബുദ്ധരുടെ കൗശലത്തിന്റെ ഫലം മാത്രമായിരുന്നില്ല. കാരണം ഈ നിറകൂടം തുളുമ്പില്ല എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യം തലയ്ക്ക് മൂളയുള്ള ആളുകളൊക്കെ അവനവന്റെ ഉള്ളിലൊരു ലോകമുണ്ടാക്കി ആ ലോകം ഭരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അത്യാവശ്യം തലയ്ക്ക് വെളിവുള്ളവർ. അവർ ഒരിടത്തും ഇടിച്ചു കയറി നിൽക്കില്ല. അവരെല്ലാത്തിലും മുന്നിലേക്ക് കടന്നു വരില്ല. ഞാനേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒന്നും ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായും എല്ലായിടങ്ങളിലേക്കും അല്പബുദ്ധർക്ക് ഇടിച്ചു കയറി ആസനം ഉറപ്പിക്കാൻ കഴിയുന്ന അവസരം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ മനുഷ്യർ, ഉണ്ടു നിറഞ്ഞവരാണ്. ശരിക്കും പറഞ്ഞാൽ അറിവ് കൊണ്ട് ഉള്ളു നിറഞ്ഞവർ, ഉണ്ടു നിറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അറിവ് കൊണ്ട് ഉള്ളു നിറഞ്ഞവർ ഇതുപോലുള്ള ഒരു പോക്കണം കേട് കാണിച്ചതുകൊണ്ട്, സ്വയം ഉൾവലിഞ്ഞതുകൊണ്ട്, അവരുടെ സഹജമായ സ്വഭാവം കൊണ്ടാണെങ്കിൽ പോലും അതുകൊണ്ടാണ് അല്പബുദ്ധർ എല്ലായിടങ്ങളിലും കയറിക്കൂടിയത്. അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള പണിയായി പോയി നവമാധ്യമ കാലത്ത് ഉൾവലിഞ്ഞു പോയിട്ടുള്ള യോഗ്യരായിട്ടുള്ള മനുഷ്യർ, കഴിവുള്ളവർ, അർഹരായിട്ടുള്ളവർ, അവരെല്ലാം ഉൾവലിഞ്ഞതോടുകൂടി അല്പബുദ്ധർക്ക് ആധിപത്യം സ്ഥാപിക്കാവുന്ന നിലയിൽ കാര്യങ്ങൾ ചെന്നെത്തി എന്ന് പറയുന്നതാണ് സത്യം. അതുപോലെ ഈ അറ്റൻഷൻ ഇക്കോണമി എന്ന പുതിയൊരു സാമ്പത്തിക ശാഖ തന്നെ സംഭവിക്കുകയാണല്ലോ ഇവിടെ. അല്പബുദ്ധരായിട്ടുള്ള ആളുകളെ മാത്രമല്ല നമ്മൾ പറയേണ്ടത്, ആരുമാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് ശരി. സഹജീവികളെ സമൂലം ചൂഷണം ചെയ്യാൻ കഴിവുള്ളവർ ഒരു ഉൽപ്പന്നമായി ഈ സാമൂഹ്യ വിപണിയിലേക്ക് സ്വയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വാസ്തവമുണ്ട്. ഈ പോങ്ങൻ പോലും അങ്ങനെയല്ലേ വരുന്നത്. വിജയപരാജയങ്ങളെ മാറ്റിവെക്കൂ, എങ്കിൽ പോലും
ഞാനൊക്കെ എൻ്റെ ഒരു ശ്രമഫലമായിട്ടല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അല്ല നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉള്ളത് കൊണ്ടോ, ഞാൻ മികവുള്ള ഒരാളായത് കൊണ്ടാണോ? അല്ല, ഒന്നുമല്ല. ഒരു സാങ്കേതിക സാഹചര്യം ഉണ്ടായി വന്നു, സ്വാഭാവികമായിട്ടും ഞാനത് ഉപയോഗിക്കുന്നു, എന്നെ കേൾക്കാൻ കുറച്ചു പേർ ഉണ്ടാകുന്നു, അതുകൊണ്ട് ഞാനിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരും ഉണ്ടായില്ലെങ്കിലും പറയും എന്നുള്ളത് വേറൊരു സത്യം, എങ്കിൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വയം പ്രകാശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നല്ലതിന് വളരാനുള്ള വളമായി, പൊതുസമൂഹത്തിന്റെ സാമൂഹ്യ ബുദ്ധി നല്ലതിന് വളരാനുള്ള വളമായിട്ട് മാറുള്ളൂ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് സമൂഹത്തിന് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കളകൾ കാടായിട്ട് മാറും. കളകളുടെ കാടായി സമൂഹം മാറിപ്പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ കൺമുന്നിലും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധയിലും നിരന്തരം നിലനിൽക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമുള്ളതായി അതിജീവനം, അല്ലെ? അങ്ങനെയാണ്. പിന്നിൽ ആൾക്കൂട്ടത്തെ അണിനിരത്താൻ കെൽപ്പുള്ളവർ മാത്രം സമൂഹത്തിൽ അതിശക്തരായി. അവരെ ഡിജിറ്റൽ കാലം ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ തുടങ്ങി. പോങ്ങന്റെ കാലത്ത് പച്ച തെറിയായിരുന്ന ഊക്ക് ഇന്ന് ഏറ്റവും ജനകീയമായിട്ടുള്ള സാംസ്കാരിക പദമായി മാറി. നമ്മുടെ പുതിയ തലമുറയിലെ കുമാരന്മാർ നാക്കിലൂക്കുമായി നടക്കുന്നു. സന്ദർഭവശാൽ പോങ്ങന് പ്രയോഗിക്കേണ്ടി വരുന്ന ആസനം എന്ന വാക്ക് അല്ലെങ്കിൽ മൂലം എന്ന പ്രയോഗം അത് കടുത്ത തെറിയായി മാറിപ്പോയി. പോങ്ങൻ സാംസ്കാരിക വിരുദ്ധനായി പോയി, സദാചാര ശൂന്യനുമായി. അതുപോട്ടെ, എന്നാലും എന്നെ സാംസ്കാരിക വിരുദ്ധൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ഇടത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നവരുടെ കൊച്ചുമക്കള് ഊക്കി നടക്കുക എന്നാണ് പറയുന്നത്. ഞാൻ അവനെ ഊക്കി എന്നാണ് പറയുന്നത്. പോങ്ങന് ഞാൻ നാറി. ഉള്ളത് പറഞ്ഞാൽ അല്പജ്ഞാനികൾക്കും ചൂഷകർക്കും സ്വാർത്ഥ ബുദ്ധന്മാർക്കും സാമൂഹിക മൂല്യം നൽകി എന്നതാണ് ഈ ഡിജിറ്റൽ കാലം കേരളത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. അത് മാത്രവുമല്ല, മറ്റൊന്നു കൂടിയുണ്ട് കേട്ടോ, അതും കൂടി പറയണം. പുരാതന കേരളത്തിൽ കലുങ്കിലിരുന്ന് പരദൂഷണം പറഞ്ഞിരുന്നത് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ആളുകളായിരുന്നു, അല്ലേ? സമൂഹം അവർക്ക് തീരെ വിലയും കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഡിജിറ്റൽ കാലത്ത് പരദൂഷണം എന്നത് വിദേശ നാണ്യം നേടിത്തരുന്ന വലിയൊരു വ്യവസായ സംരംഭമാണ് പരദൂഷണ വ്യവസായം. കലുങ്കിന് പകരം കാറിലിരുന്ന് അതിസാരം പിടിപെട്ട വായയുമായി പരദൂഷണം പറഞ്ഞ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഈ നവകേരളത്തിലുണ്ട്. സത്യത്തിൽ ഒരു ജില്ലാ കളക്ടർക്ക് ലഭിക്കുന്നതിലും ശമ്പളം പരദൂഷണ വ്യവസായത്തിലൂടെ ഇത്തരക്കാർ സമ്പാദിക്കുന്നുമുണ്ട്. പോങ്ങനും അതുതന്നെയല്ലേ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പോങ്ങന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പിന്നെ പറഞ്ഞോളാം. പുരാതന കേരളത്തിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ നാട്ടാരുടെ അടികൊണ്ട് ദന്തനഷ്ടം സംഭവിക്കുമായിരുന്ന അവരെ നവകേരളം ഇന്ന് വിളിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. ഇൻഫ്ലുവൻസർ എന്ത് ആരോട് പറയാനാണ്? ഈ വൈരാഗ്യമൂത്ത് മാർക്കോയെ കടിക്കാനായി കാറിൽ കയറിയിട്ടുള്ള ആ ഇൻഫ്ലുവൻസർ ബ്രീഡൻ ഉണ്ണിയെയും മാർക്കോയെയും ദുഷിച്ച് സമ്പാദിച്ചത് കുറഞ്ഞത് 3.25 ലക്ഷം രൂപയായിരിക്കും. കുറഞ്ഞത് 3.25 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം അരിഞ്ഞണ്ണിയിട്ടുണ്ടാവും. 3.25 ലക്ഷം രൂപ ഇതുവരെയും ഏറ്റവും കുറഞ്ഞത് ആ ഒരു വീഡിയോയിൽ നിന്നും മാത്രം ആ പഹയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേരളത്തിന് ഗുണമാണ്. കാരണം ഈ സമ്പാദിച്ചു കൊണ്ടുവരുന്നതൊക്കെ ഇവിടെയാണല്ലോ ചെലവഴിക്കുന്നത്. അതുകൊണ്ടല്ല പറഞ്ഞത്. എങ്കിലും ഒരാളെ ദുഷിച്ച് നേടുന്നതാണ്. പോങ്ങനും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് തോന്നാം. പക്ഷേ ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: തെറി പറഞ്ഞാലും തെറി കേട്ടാലും ഇക്കാലത്ത് കിട്ടുന്നത് ഒരേ കാശാണ്. ഒരേ കാശ്. അതാണ് അറ്റൻഷൻ ഇക്കോണമിയുടെ കാലം. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സാമാന്യ ബോധത്തെയും സാമൂഹിക ബുദ്ധിയെയും ഒക്കെ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ഇൻഫ്ലുവൻസർമാർ അടിച്ചുകൊണ്ട് പോകും. ആൾക്കൂട്ടമാണ് ശരിയെന്നും ആൾക്കൂട്ടത്തിനൊപ്പമാണ് സത്യമെന്നും ആൾക്കൂട്ടത്തിന്റെ യജമാനന്മാരാണ് ഇൻഫ്ലുവൻസർമാരെന്നും അറ്റൻഷൻ ഇക്കോണമി പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാലത്ത് പൊതുസമൂഹം ഇടതടവില്ലാതെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികമാണ്. ഇൻഫ്ലുവൻസർമാരെ സംബന്ധിച്ച് അവരുടെ വളർച്ചയ്ക്കും വരുമാനത്തിനും വഴിവെക്കുന്ന അസംസ്കൃത വസ്തു മാത്രമാണ് ആൾക്കൂട്ടം. പറഞ്ഞു വന്നത് ഇതാണ്: പണ്ടുകാലത്തെ സെലിബ്രിറ്റിമാരുടെ സാമൂഹ്യ മൂല്യം ഇക്കാലത്തെ ഇൻഫ്ലുവൻസർമാരിലും താഴെയാണ്. അറ്റൻഷൻ ഇക്കോണമിയുടെ കാലത്ത് സിനിമകളുടെ വിജയത്തിനായി പോലും സിനിമാക്കാർ ഇൻഫ്ലുവൻസർമാരെ ആശ്രയിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാണുന്നുണ്ട്, ഇല്ലേ? സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസർമാരെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്?
സ്വാർത്ഥതയല്ലാതെ സാമൂഹ്യ സംബന്ധിയായ യാതൊരുവിധ താല്പര്യങ്ങളും നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസർമാരെ സ്വാധീനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ PR പാണന്മാരുടെ പാട്ടിലും ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീന ശക്തിയിലും മയങ്ങിയ ആട്ടിൻ പറ്റമായി നമ്മുടെ നാട്ടിലെ ആൾക്കൂട്ടം അങ്ങോട്ട് മാറിപ്പോയി. കൂട്ടമായ ഒരു രക്ഷപ്പെടൽ ഇനി ഒട്ടും സാധ്യമല്ല. സ്വാധീന ശക്തിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അങ്ങ് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാലായി. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധത മുറ്റിയ മട്ടിലുള്ള വാക്കുകൾക്ക് ഈ സമൂഹത്തിൽ കാര്യമായ പ്രസക്തി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് കൂടുതൽ പ്രതിബദ്ധത പൊഴിക്കാൻ നിൽക്കാതെ മാർക്കോയുടെ വിജയത്തിലൂടെ ഉണ്ണി മുകുന്ദൻ പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് പോകാൻ നാവടക്കാം.